നാട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിന്ന് അബു സിത്ര മോളിലേക്ക് പോവുകയാണ് കേട്ടോ. ഈദ് പ്രമാണിച്ച് നമുക്ക് ഇന്ന് അബു സിത്ര മോളിൽ പല പല ഷോകളും ഉണ്ടെന്ന് കേട്ടു. അങ്ങനെ എൻ്റെ കുട്ടിമോള് ഓടണ ഓട്ടം കണ്ട ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ചായ കുടിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞുവാവയുടെ വൈകിട്ടത്തെ പാല് കൊടുക്കലുമൊക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ അവൾ ഫസ്റ്റിലേ ഓടി അങ്ങ് ഫ്രണ്ടിൽ എത്തും. അവിടെ പോയി നിൽക്കും ഒരു കുപ്പി വെള്ളമായിട്ട്. അപ്പം എല്ലാവരും ഈ ഇത് എൻ്റെ ഈ വീഡിയോ കാണണം കേട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് എനിക്ക് അവിടെ ചെന്നതിന് ശേഷമുള്ള ആ പ്രോഗ്രാം എല്ലാം നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ആ സൗണ്ടുകളും തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാം അത് കേട്ട് മനസ്സിലാക്കാമല്ലോ എല്ലാവർക്കും. ബോൾ ഷോ ഉണ്ട്, മ്യൂസിക്, പിന്നെ LED ഷോ ഉണ്ട്, ഇംഗ്ലീഷ് പാട്ട് മ്യൂസിക് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഷോകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ കഴിയും. നോക്കാം അവിടെ പോയിട്ട് എന്തൊക്കെ ബാക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. ലേറ്റായിപ്പോയി, ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റായി. നേരത്തെ എന്തോ 7 മണിക്ക് എന്തോ ആണ് സ്റ്റാർട്ടിങ് എന്ന് പറയണു. അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് യാത്ര തന്നെ. ആ കുഞ്ഞുവാവയൊക്കെ കൊണ്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമുണ്ട്. അവളുടെ വൈകിട്ട് ഈവനിങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും അവളുടെ ആഹാരവും പാല് കുടിയും അവളുടെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ലേറ്റാകും. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് വണ്ടിയിൽ കയറി. ഷോ തുടങ്ങി. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ഇത് ബോൾ ഷോ, പിന്നെ മറ്റേ ഒരു വീലുള്ള സൈക്കിള് മാതിരിയുള്ള ഒരു ഇതുണ്ടല്ലോ, സൈക്കിളുണ്ടല്ലോ, അതിലൊക്കെയുള്ള ഷോയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റി. ഞങ്ങൾ കണ്ടു. ഇടയിലെ ഒരു നീരോ പാസ്സായി. Dans la graine n'importe où, c'est très vraiment. Je disais toute la nuit, je crois que je touche la ciel. Je suis fade up now. J'ai passé toute la night à compter. Je disais toute la nuit, je crois que je touche le ciel. Wow, amazing. How many of you are from Sudan? Sudan? How many of you are from Syria? Yeah? Syria? Wonderful. How many of you are from India? Feel Hind. Okay, how many of you are from Pakistan? Wow, it's so nice to see that people from different countries are here. We are so glad. All right, now it's time to continue with the celebrations. And yet again, we will invite on stage our Kannoon artist. അങ്ങനെ ഞങ്ങൾ അടുത്ത ഇംഗ്ലീഷ് മ്യൂസിക് പാട്ട് കേൾക്കാനായിട്ട് കാണാനായിട്ടും പറ്റി. രണ്ടാമത് ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം മറ്റേ ബോൾ ഷോ ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് പാട്ട് ഷോ ഉണ്ടായിരുന്നു, മ്യൂസിക് പാട്ട് ഉണ്ടായിരുന്നു. അത് പല പല ഭാഷകളിൽ, ഇന്ത്യൻ, ഈജിപ്റ്റ്, ആഫ്രിക്ക, ഇങ്ങനെ പല നാടുകളിലുള്ള പാട്ടുകൾ, അവിടെ സ്ഥലത്തുള്ള പാട്ടുകളാണ് ആ കുട്ടി അതിൽ പാടിയത്. നമുക്കെല്ലാം ഒരുപോലെയാണ് തോന്നിയത്. അങ്ങനെ മ്യൂസിക്കും കേട്ടു. ഇടയിൽ കണ്ട ആ നീഗ്രോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണുണ്ടായിരുന്നു വീഡിയോയ്ക്ക്. പിന്നെ എൻ്റെ കൊച്ചു മോളുടെ അടുത്ത് സിനിമയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. മോൾക്കൊരു ടാഗ് കൊടുക്കാനായിട്ട് തരാം. ഇത് കഴിഞ്ഞിട്ട് മറ്റേ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കറക്കിലും ചറുക്കിലും ഒക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാഗ് കൊടുത്തു. നീഗ്രോയ്ക്ക് ഒരു മോളെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 2 പേരുണ്ടായിരുന്നു. ആ 2 പേരാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും
അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും സൈക്കിൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വീല് സൈക്കിളുള്ള ആ ഒരു ഇത് വെച്ചിട്ടുള്ള കുറച്ച് നേരം കൂടെ അതിൻ്റെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. Everyone, it has to be louder. It should reach right backstage where she can hear you loudly and clearly, and she should be all ready and set to come forward. Are you ready for that? So are you ready to pop the bubbles, to catch the bubbles? Yes? The snow bubbles? പിന്നെ നമ്മളെല്ലാം എത്രയോ ഷോകൾ കണ്ടു. ഞങ്ങൾ വരുന്നതിന് മുന്നേ ഷോകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാത്തിരുന്ന ഒരു ഷോയാണ് ബബിൾ ഷോ. അതാണ് ആദ്യം എൻ്റെ മോൾക്ക് വന്ന് ഐഫയൊക്കെ കൊടുത്തു ഫസ്റ്റിൽ വന്നിട്ട്. അത് ഭയങ്കര സന്തോഷം തോന്നി ഞങ്ങൾക്ക്. ബബിൾ ഷോയാണ് ഇനി നടക്കാൻ പോകുന്നത്. ബബിൾ ഷോ പിള്ളേർക്കല്ല, കുട്ടികൾക്ക് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഷോ ആയിരുന്നു. എൻ്റെ മോളൊക്കെ താഴെ സുനുവിൻ്റെ കയ്യിൽ നിൽക്കില്ലായിരുന്നു, ചാട്ടമായിരുന്നു കിടന്നിട്ട്. പല വർണ്ണങ്ങളിലും പല വലിപ്പത്തിലുള്ള ബബിൾ ആയിരുന്നു. ഓരോന്നും ഓരോരോ അച്ച് പോലെയുള്ള എന്തോ വെച്ചിട്ടാണ് അത് ഇങ്ങനെ തൊട്ടിട്ട് അതിങ്ങനെ കാറ്റിൽ പറക്കുന്നത് ബബിൾ. Most beautiful, shimmering, amazing and magical bubble show. എൻ്റെ മോളുടെ ചാട്ടം കണ്ട അവളെ ചെയറിൽ പോലും താഴെ നിർത്താനോ ചെയറിൽ നിർത്താനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. സുനു നല്ല അവസ്ഥപ്പെട്ടു മോളെ വെച്ചിട്ട് മടിയിൽ വെച്ചിട്ട് നല്ല നിന്ന് തുള്ളി തുള്ളി നിൽക്കുമായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ
മോളൊക്കെ കൈ നീട്ടി ഇങ്ങനെ കാണിക്കും ബബിളിനെ തൊടാൻ വേണ്ടിയിട്ട്. കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ ഒപ്പം ഞങ്ങളും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു. എന്താ മോളുടെ അടുത്ത് വന്നാണ് ഈ ബബിളൊക്കെ ഇങ്ങനെ വിട്ടത്. ഹാപ്പിയായി, അവൾ ഭയങ്കര സന്തോഷമായിട്ട്. കൊച്ചു കുട്ടികളുടെ അടുത്തിട്ടൊക്കെ എല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടുത്തായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ തലയിലും മുഖത്തും ഒക്കെ വന്നത് ഒട്ടി. എൻ്റെ മോളുടെ മുഖത്തെല്ലാം ആ ഒരു സ്പ്രേ പോലെ, അതായത് ഊതിയിട്ടാണത് വിടുന്നത്. ഊതിയിട്ട് വിശറി വെച്ച് കാറ്റിൻ്റെ ശക്തിയിലാണ് ആ ബബിൾ വെയിൽ വരുന്നത്. ഇത് വേറൊരു മാതിരിയുള്ള ഇത് കയ്യിൽ ആ ഒരു ലിക്വിഡ് കയ്യിൽ തൊട്ടിട്ട്, പിന്നെ ഇത് വേറൊരു കുറച്ചുകൂടെ എന്ത് പറയാനായിട്ട്, അത് എന്തോ ഒരു ചെറിയൊരു ബോൾ പോലെയാണ് അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ബബിളാണെന്ന് പറയില്ല, അതിനൊരു പ്രത്യേക കളറും ആ ഒരു ഇത് പഞ്ഞി ഉരുട്ടി ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഊതിയാൽ ആ പഞ്ഞി ഇങ്ങനെ പറന്നാൽ എങ്ങനെയായിരിക്കും, അതുപോലെ കുറച്ച് കാണാൻ നല്ലൊരു വ്യത്യാസമായിട്ടുള്ള ബബിളായിരുന്നു. അത്രയും സമയം പോയതേ അറിഞ്ഞില്ല ഞങ്ങൾ ആ ബബിൾ ഷോ നടന്നപ്പോഴത്തേക്കും. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇത് കയ്യിൽ ഒരു ഫയർ കൊടുക്കുന്നതാണ്, തീ കൊടുക്കുന്നതാണ്. ഇതും ഒരു അച്ച് പോലെയുള്ളൊരു സാധനമാണ്. അത് അതിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വീശുമ്പോഴത്തേക്കും കാറ്റിൻ്റെ വേഗതയിൽ ബബിൾ പുറത്ത് വരും അതിൽ നിന്നൊക്കെ. അല്ല, പല നിറത്തിലുള്ള ബബിളാണ്. എൻ്റെ മോള് അതിലൊക്കെ ആ കമ്പി വേലിയൊക്കെ മറിക്കുകയാണ് ചെയ്തത്. ഇല്ല, കുട്ടി ഒരുപാട് പ്രാവശ്യം മോളുടെ അടുത്ത് ഇങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോളുടെ ചാട്ടം കണ്ട സുനു ഒത്ത് മോളെ പൊക്കി. ഇത് ഇങ്ങനെ ഒത്തിരി ബബിൾസ് ഇങ്ങനെ സെറ്റായിട്ട്, അതായത് നമ്മുടെ മഞ്ഞ് കട്ട പോലെ ഒരുമിച്ചിട്ടാണ് ആ ബബിള് ഇങ്ങനെ കുസുന്ന് വരുന്നത് വെളിയിൽ. കുട്ടികളെയൊക്കെ ഒന്ന് അടക്കി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീഗ്രോ ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. എൻ്റെ മോളും ചാടി ഇറങ്ങിപ്പോയി സുനുവിൻ്റെ കയ്യിൽ നിന്ന് ഇതേ പിടിച്ചോണ്ട് വന്നു. അത് കട്ടയായിട്ടാണ് ആ ബബിൾ വീഴുന്നത്. ബബിൾ ഷോ കഴിഞ്ഞു. അടുത്ത LED ഷോ, LED ഡാൻസ് എന്ന് പറയും.
അതും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നേരം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഷൂട്ട് ചെയ്താലും അത് ഒരു വീഡിയോ വന്നിട്ട് ഒത്തിരി ലെന്തായി പോവില്ലേ. അതുകൊണ്ട് അത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അതൊരു ബോക്സ് മാതിരി ചെയ്ത് വെച്ചിട്ട് അതിൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കൈ വെച്ചിട്ട് അത് ബാലൻസ് ചെയ്ത് അത് കറക്കി അവരും അതിനനുസരിച്ചിട്ട് കറങ്ങി ചെയ്യുന്നത് അത് നല്ലൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് ലാസ്റ്റ് ഷോ ആയിരുന്നു കേട്ടോ. അത് LED ഡാൻസോട് കൂടി ഷോ തീർന്നു. പുറത്തുള്ള പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ കുട്ടികൾക്കുള്ള ഫേസ് പെയിൻറ്റിങ്, ഡ്രോയിങ് ഇതൊക്കെ ആയിരുന്നു അവിടെ. അതിലും മോള് കയറിയിരുന്നു. അവളും ഡ്രോയിങ് വരച്ചൊരു പേപ്പറാണ് കൊടുക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു പഴവും ബനാന എന്തെങ്കിലുമൊക്കെ കാണും അതിൽ വരച്ചിട്ടുള്ളതിൽ. അതിൽ പെയിൻറ്റ് ചെയ്യണം, കളർ പെൻസിലിട്ടിട്ട് പെയിൻറ്റ് ചെയ്യണം. അവളെവിടെയൊക്കെ നോക്കിയിട്ടാണ് കുത്തി വരയ്ക്കുന്നത്. അവൾ അതിൽ ശ്രദ്ധിക്കുന്നില്ലുണ്ട്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. രണ്ട് കയ്യിലും വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് വരച്ച് തീർക്കുകയാണ്. അവളുടെ പെയിൻറ്റിങ് 4 പെൻസിലൊക്കെ ഒരുമിച്ചാണ് 2 കയ്യിലും വെച്ചിട്ട് ഡ്രൈവ് ചെയ്യും പോലെ വരയ്ക്കുന്നത്. എല്ലാ കുട്ടികളും ഹാപ്പിയായിട്ട് കഴിഞ്ഞു.